ഹലോ, നമസ്കാരം. ഞാനിപ്പോൾ ഇന്നിങ്ങനെ ഒരു വീഡിയോ ഇടാനായിട്ടുണ്ടായ സാഹചര്യം എന്താണെന്ന്, എൻ്റെ ഒരു പരിചയക്കാരൻ ഇന്നിവിടെ ഇങ്ങനെ വീട്ടിൽ വരികയുണ്ടായി. അപ്പം പുള്ളിയായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് പുള്ളിക്കാരൻ ഇങ്ങനെ പറയുകയുണ്ടായി, ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ചില ആൾക്കാർ പെട്ടിയും കിടക്കയെടുത്ത് അവിടെ ഒരു ഗതിയും പരഗതിയില്ലാതെ അതിലെ കൂടെ നടക്കുന്ന പാർട്ടീസ്, പെട്ടിയും കിടക്കയിടയ്ക്ക് പല യൂറോപ്യൻ നാടുകളിൽ, UK-ലോ അമേരിക്കയിലോ അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ പോയതിന് ശേഷം അവിടെയുള്ള നാടുകളെക്കുറിച്ച് അല്ലെങ്കിൽ അവിടെയുള്ള പോരായ്മകളെക്കുറിച്ച് കമൻറ്റ് പറയുന്നത്. ഇവനൊക്കെ നാട്ടിൽ കൂടെ നടക്കുമ്പോൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, തേരാപ്പാര നടക്കുന്നതല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ടാക്സ് കൊടുക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ട് എന്താ വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ ഇവനൊക്കെ നാട്ടിൽ പോകണം എന്നാണ് പുള്ളി പറയുന്നത്. അപ്പം അതിനിടയ്ക്ക് പുള്ളിക്കാരൻ കുന്തളിപ്പ് എന്നുള്ളൊരു വാക്ക് കൂടെ യൂസ് ചെയ്യുകയുണ്ടായി. അപ്പം എനിക്കിതിങ്ങനെ പറയണമെന്ന് തോന്നി. അപ്പം ഈ എല്ലാവർക്കും അഭിപ്രായമുള്ള പോലെ തന്നെ, അതായത് ഞാൻ ഈ വ്യക്തി പറഞ്ഞ കാര്യം അത് പുള്ളിക്കാരൻ്റെ സ്വന്തം അഭിപ്രായമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ മറ്റുള്ള എല്ലാവർക്കും അവരവരുടെ പോയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അതിൽ അവരവർക്ക് അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ അവരത് പറഞ്ഞെന്നിരിക്കും. അപ്പം നമുക്ക് അതിനെ എന്താണ്, അവരത് പറയാൻ പാടില്ല എന്ന് പറയാനായിട്ട് ഒരു ഇതുമില്ല. കാരണം അത് അവരുടെ ഇഷ്ടമല്ലേ. ഇപ്പോൾ എന്താണ് പറയുക, ഓരോ വ്യക്തികൾക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം ചില ആൾക്കാർക്ക് അവർ പോയിട്ടുള്ള ചില പ്രശ്നങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അവർ ഒരു നാട്ടിലെത്തിയപ്പോൾ പറ്റിയ ചില മണ്ടത്തരങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അവർ പോയിട്ടുള്ള ചെറിയ ഇടുങ്ങിയ മീൻസ് വഴികൾ കൂടെ പോയിട്ടത് അവർ സോൾവ് ചെയ്യാനായിട്ട് പെട്ട പാടുകളെക്കുറിച്ച് അത് മറ്റൊരാൾക്ക് വരരുതെന്ന് അവർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സദുദ്ദേശത്തോടെ അവരിടുന്ന ചില പോസ്റ്റുകളും കമൻറ്റുകളും അല്ലെങ്കിൽ അതുപോലുള്ള ഇത് ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലോ ഇടണമെന്ന് തന്നെ ഇല്ല കേട്ടോ. അപ്പം സംസാരിക്കുമ്പോൾ പോലും അവർ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് അവർ ചിലപ്പോൾ പോയിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോഴത്തേന് അവർക്കുണ്ടായ ചില കാര്യങ്ങൾ അവർ മറ്റുള്ളവരോട് പറഞ്ഞ് അതുകൊണ്ട് മറ്റുള്ളവർ അതിലത് പെടാതിരിക്കാനായിട്ടൊക്കെ നോക്കിയാൽ ചിലപ്പം ദുരുദ്ദേശത്തോടെ ചിലർ പറഞ്ഞതായിരിക്കും. അപ്പോൾ പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഓരോ വ്യക്തിക്കും അങ്ങനെ പറയാനായിട്ടുള്ള എല്ലാ അഭിപ്രായ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ എന്താ പറയുക, വ്യക്തി സ്വാതന്ത്ര്യമാണെന്നുള്ളത്. അപ്പം ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു കോട്ടയത്തോ എറണാകുളത്തോ നേരെ പോയിട്ടൊരു ടാക്സി സ്റ്റാൻഡിൽ നിന്നിട്ട് ഒരു ടാക്സി സ്ഥിരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുക. എല്ലാ തവണയും അതിനകത്തുള്ള പല ആൾക്കാരും അവരെ ഇങ്ങനെ പറ്റിച്ച് അല്ലെങ്കിൽ കൂടുതൽ കാശ് ചോദിച്ച് മേടിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊരു എക്സാമ്പിൾ, അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ആ വ്യക്തിക്ക് 10 പേരോട് പറയണമെന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അവരത് ചെയ്തെന്നിരിക്കും ചിലപ്പം. അത് ഞാൻ വേറൊരെണ്ണം കേട്ടിട്ടുണ്ട്. ഇപ്പം ഈ കോഴിക്കോടുള്ള ഈ ഓട്ടോ ഡ്രൈവർമാർ നല്ല രീതിയിലാണ് ആൾക്കാരോട് പെരുമാറുന്നത്. സോ അങ്ങനെയാണെങ്കിൽ അവർ എന്താ പറയുക, അത് ചിലപ്പം ആ ഒരു നല്ല കാര്യത്തിനെക്കുറിച്ച് 10 പേരോട് പറഞ്ഞു. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറി നിൽക്കുക, ആ റെസ്റ്റോറൻറ്റിൽ ഫുഡ് നല്ലതാണെന്ന് മനസ്സിലാക്കുന്നു, ഉടനെ അത് മറ്റുള്ളവർ കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ വേറെ വഴിയിലൊക്കെ ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നു. അതല്ലെങ്കിൽ ചിലർ പോസ്റ്റ് ഇടുന്നു, വീഡിയോ ഇടുന്നു, യൂട്യൂബ് വ്ളോഗേഴ്സ്, പല ടൈപ്പിലുള്ള ടീമുകളുണ്ട്. അപ്പം ഈ അഭിപ്രായങ്ങൾ പറയുന്നതെന്ന് പറയുന്നത് അവരവർ ഇപ്പം ഞാൻ സംസാരിച്ച് പുള്ളിക്കാരൻ പറഞ്ഞ ഏറ്റവും വലിയ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നാട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര ഈ മീൻസ് നടന്ന പാർട്ടീസ് അവർ UK-യിൽ യൂറോപ്പിലും ഒക്കെ പോയി അവിടെ ചെന്നതിന് ശേഷം അവിടുത്തെ ഉള്ള നാട്ടിലെ പോരായ്മകളും അല്ലെങ്കിൽ അവിടെ പിരിച്ചെടുക്കുന്ന ടാക്സിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ആ നാടിനെ ഇത് ചെയ്യുന്നു. അത് അവരുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന അവർക്ക് അതിപ്പോൾ ഏതൊരു ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും ഈ പറയുന്ന ഭൂമിയുടെ ഏതൊക്കെയോ സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ഇന്ന നാടുകളിൽ ജീവിക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് പറയാനുള്ളതോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ അവകാശങ്ങളിലും കാഴ്ചപ്പാടുകളും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഇന്നതേ പാടൂ ഇന്നതേ പാടില്ല. ചില കാര്യങ്ങൾ പാടുണ്ട് പാടില്ല എന്നുള്ള ഇത് നമ്മുടെ സോഷ്യൽ ഇതനുസരിച്ചുണ്ട്. അതായത് ഒരു വ്യക്തിയെ ഫിസിക്കലായിട്ട് ഉപദ്രവിക്കാൻ പാടില്ല, അതല്ലെങ്കിൽ മാനസികമായിട്ട് പീഡിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ ഇപ്പോഴുണ്ട്. ഇപ്പം മാനസികമായിട്ട് പണ്ടൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇപ്പം അതുപോലത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് മറ്റൊരാളെ ഹരാസ് ചെയ്യാനായിട്ട് പാടില്ലെന്ന്. സോ അങ്ങനെയൊന്നും ചെയ്യാത്ത സ്ഥിതിക്ക് മറ്റൊരാളുടെ നന്മ ഉദ്ദേശിച്ചോ അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങൾ അല്ലെങ്കിൽ പുള്ളിക്കാരൻ പോയ വഴികൾ പോയ കഥകൾ മറ്റൊരാളോട് ഇങ്ങനെ പറയുന്നതിൽ എന്ത് തെറ്റുണ്ട് എന്ന്
എനിക്ക് മനസ്സിലായില്ല. അപ്പം ഇതൊക്കെ ഒരു എന്താ പറയുക, ഇപ്പം നോർത്ത് കൊറിയയോ അല്ലെങ്കിൽ എന്താണ് ഹിറ്റ്ലറുടെ മീൻസ് പണ്ടത്തെ നാടുകളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പോലെ ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, ഇതേ ചെയ്യാൻ പാടുള്ളൂ, അതൊക്കെ കഴിഞ്ഞു. അപ്പം അതായത് എന്താണ് ഈ പുള്ളി പറഞ്ഞ അതേപോലത്തെ അത് വെറും ഒരു അഭിപ്രായമാണ്. ഇവനൊക്കെ ഇങ്ങനെയൊക്കെ എന്താണ് അതിലൂടെ നടന്നതാണെങ്കിൽ ഇവനൊക്കെ തിരിച്ച് നാട്ടിൽ പോയിക്കൂടിയതാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ പോകണമെന്നൊന്നുമില്ല. എന്നാൽ ഇവരൊക്കെ അവിടെ കിടക്കുമെന്നും അത് അവരവരുടേതായിട്ടുള്ള പല പല തരത്തിലുള്ള സാഹചര്യങ്ങൾ കണ്ടേക്കാം. പറഞ്ഞ് ചിലപ്പോൾ അവർ ഏതെങ്കിലും കടത്തിലോ ഡെപ്റ്റ് എവിടെയെല്ലാം ഏതെല്ലാം തരത്തിലുണ്ട് അവരവിടെ വന്ന് പെട്ടുപോയിട്ടുണ്ട്. അപ്പം ഇതുപോലെയുള്ള ചില കാര്യങ്ങളിൽ വന്ന് പെടുന്നത് കൊണ്ട് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വേറൊരാൾ പെടാതിരിക്കാനും കൂടെ അങ്ങനെ പറഞ്ഞു തന്നിരിക്കുക. അപ്പം അവർക്ക് പറയുന്നതല്ല, ചിലപ്പോൾ ഈ പറയുന്ന പല ആൾക്കാർക്കും അല്ലെങ്കിൽ ഇതുപോലെ പറയുന്ന പല ആൾക്കാരുടെയും ജീവിത സാഹചര്യങ്ങളെല്ലാം നോർമലായിട്ടായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് അതുപോലത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് കരുതിക്കൊണ്ട് മറ്റൊരാൾക്ക് ഇതുപോലെ എല്ലാം സുന്ദരവും സുഭിക്ഷവുമാണ് എന്നുള്ളൊരു തോന്നൽ തന്നെ തെറ്റാണ്. നമ്മളെ ഓരോ വ്യക്തിക്കും അവരവരുടേതായിട്ടുള്ള തരത്തിലുള്ള ജീവിത രീതികളും നിലവാരവും ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവിടെ ചിലപ്പം എന്താണ് ഇവർക്ക് ഈ പറയുന്ന അതായത് എന്താണ് ഇങ്ങനെ കുറ്റം പറഞ്ഞെന്നോ അല്ല, അതാ പറഞ്ഞ ഇത് കുറ്റം പോലും ആകണമെന്നില്ല. അതായത് ഓരോ ആൾക്കാരുടെയും ഈ എന്താണ് സാമൂഹിക ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞെന്നിരിക്കും. അവർക്ക് കൂടുതലായിട്ട് എക്കണോമിക്സിനെ കുറിച്ച് വിവരം ഉണ്ടായിരുന്നിരിക്കുക, അതല്ലെങ്കിൽ അവർക്ക് പൊളിറ്റിക്കൽ അവയർനെസ് കൂടുതലായിരിക്കുക, അവർക്ക് ഒരു വ്യക്തിക്ക് ഉള്ള സ്വാതന്ത്ര്യത്തിനെക്കുറിച്ച് അവരുടേതായിട്ടുള്ള മൂല്യങ്ങൾ കണ്ടെന്നിരിക്കുക. അപ്പോൾ ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിയാണ് പല ആൾക്കാരും പലതും പറയുന്നത്. അപ്പം വ്യക്തിക്ക് ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പം നമ്മൾ ഈ മീൻസ് നമ്മൾ ഓരോരുത്തരും വേജ് വർദ്ധിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. കാരണം ജോലി ചെയ്ത ആർക്കാർക്ക് പൈസ കിട്ടും. വേജ് വർദ്ധിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ആണോ? ഇപ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോൾ നമ്മൾ 1 കിലോ പഴം ഇവിടെ പഴം ഇരിക്കുന്നു അതുകൊണ്ട് പറഞ്ഞു 1 കിലോ പഴം മേടിക്കുന്നു. ഈ പഴം ഈ പഴക്കടയിൽ നിന്ന് മേടിക്കുന്ന പഴം അവിടെ നല്ല കച്ചവടം ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ ആൾക്കാരെ അങ്ങ് കൂട്ടുവേണം. അപ്പം ഒരു 5 പേര് വർക്ക് ചെയ്യുന്നിടത്ത് 10 പേരെ ഇറക്കി പഴം മൊത്തം വിൽക്കാനായിട്ട്. പക്ഷെ സംഭവിക്കുന്നത് എന്താണ്, 10 പേർക്കുള്ള ഈ പറയുന്ന 5 പേർക്ക് കൊടുത്തുകൊണ്ടിരുന്ന ശമ്പളം 10 പേർക്കായിട്ട് വീതിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അവർക്കത് മീൻസ് ഇതുപോലുള്ള മിനിമം വേജ് കൊടുക്കുന്ന രാജ്യങ്ങളിലാണെങ്കിൽ മിനിമം ഇത്ര രൂപ കൊടുക്കണം എന്നുള്ളൊരു നിയമമുണ്ട് അവിടെ. അപ്പം അതെങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത്? അത് കസ്റ്റമേഴ്സിലേക്ക് ആ പറയുന്ന തുക ഇത് ചെയ്തുകൊണ്ടാണ്. അപ്പം വേജ് എന്ന് പറയുന്നത് കൂട്ടിക്കൊടുത്തുകൊണ്ട് എംപ്ലോയീസിന് നല്ലതെന്ന് പറയും, പക്ഷേ എംപ്ലോയീസിന് നല്ലതാണ് ഇൻ റിയാലിറ്റി, ആ ഇൻസ്റ്റൻറ്റിൽ നല്ലതാണ്. ആ പുതിയ ആൾക്കാരുടെ ചിലവും കൂടെ പഴത്തിൻ്റെ വിലയിലേക്ക് വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുക, എന്താണ് അത് തിരിച്ച് അതായത് ആ പഴം മേടിക്കുന്നയാൾ അവർ എന്താണോ ചെയ്യുന്ന ബിസിനസ്സാണെങ്കിൽ ബിസിനസ്, എംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ജോലി ചെയ്ത് അവരവരുടെ എന്താണ് അവിടെ കൂടുതലായിട്ടുള്ള തുക ഇത് പഴം ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ടാണ് പറയുന്നത്. പക്ഷേ പഴം പോലെ തന്നെ മറ്റെല്ലാ ദൈനംദിന മീൻസ് നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടുന്നതനുസരിച്ച് എന്താ പറയുക ഈ അവർ മീൻസ് അവരുടെ വേതനവും കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പം ഇത് അടുത്ത ആളിലേക്കും അതിൻ്റെ അടുത്ത ആളിലേക്കും കൂടി ഇതിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് തന്നെ പറയുന്നത്, പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഒരാളുടെ ശരി വേറൊരാൾക്ക് ശരിയാണ്. ഇപ്പോൾ കോഴിയുടെ ശരി എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പോൾ നമുക്ക് നല്ലതും കോഴിക്ക് ചള്ളുമല്ലേ. ഇപ്പം കോഴിയിറച്ചി തിന്നുക എന്ന് പറയുന്നത്. ഇപ്പം എന്താണ് ഇന്ന് ചിക്കൻ ബിരിയാണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാ കൊള്ളാം, പക്ഷെ അത് കോഴിയോട് ചോദിച്ചു പോകുക എന്ന് പറയുന്ന പോലെ കൂട്ടിയാൽ മതി. നമുക്കൊരാൾക്ക് നല്ലതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മറ്റൊരാൾക്ക്, അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നം ഇല്ല എന്നുള്ളത് കൊണ്ട് മറ്റൊരാൾക്ക് ആ പ്രശ്നം ഇല്ലെന്നില്ല. നമുക്കിപ്പോൾ ഇതിങ്ങനെ മനസ്സിലാകാത്ത അല്ലെങ്കിൽ നമുക്ക് ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മളിലേക്ക് എത്താത്തത് കൊണ്ടും അത് നമുക്ക് മനസ്സിലാക്കാവുന്ന ലെവലിലല്ല അതിൻ്റെ ആ റൂട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഡെപ്ത്ത് എന്നുള്ളത് കൊണ്ടും മാത്രമാണ് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ. അപ്പം അതുവഴി അല്ലെങ്കിൽ അതിൽ കൂടെ പോയിട്ടുള്ള ആൾക്കാർക്ക് അതിൻ്റെ ആ പ്രശ്നങ്ങളും കാര്യങ്ങളും ചില ആൾക്കാർക്ക് പറഞ്ഞു ലക്കി എന്നൊക്കെ പറയും. ലക്കിലൊന്നും എനിക്ക് വിശ്വാസമില്ല, പക്ഷേ ലക്കി എന്ന് വേണമെങ്കിൽ ഒരു തരത്തിൽ കൂടെ ചില ആൾക്കാർക്ക് ചില സംഭവങ്ങൾ ഈസി ആയിട്ട് അങ്ങനെ നടന്നങ്ങ് പോകും. പിന്നെ അവരതിനെക്കുറിച്ച് ചിലപ്പോൾ കൂടുതൽ ചിന്തിച്ചൊന്നും ഇരിക്കത്തില്ല.
ചില ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ചിന്തിക്കും, അവരതിനകത്തുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിക്കും, അവരതിനെക്കുറിച്ച് പറഞ്ഞു തന്നിരിക്കും. ചില ആൾക്കാർ ഓ എൻ്റെ വിധി എന്ന് പറഞ്ഞ് നിർത്തും. അവരോട് നമുക്ക് പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അവർ ഈ ടൈപ്പായിരിക്കും, അതായത് നേരെ രാവിലെ എഴുന്നേറ്റ് ഇന്ന പോലെ ഇന്ന കാര്യങ്ങൾ ചെയ്ത് പള്ളിയിൽ പോവുക, തിരിച്ചു വരിക, അല്ല അമ്പലത്തിൽ പോവുക, തിരിച്ചു വരിക, അല്ലെങ്കിൽ അതുപോലെ ആ ഒരു സെറ്റപ്പിൽ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കും. അവരവരുടെ വിധിയെ തന്നെ വഴിച്ചുകൊണ്ടിരുന്നുള്ളൂ. ആ എൻ്റെ എന്താടാ എന്നും പറയണ്ടടാ, നമ്മുടെ ഒരു ടൈം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അങ്ങനെയല്ല. അത് അല്ലാതെ ലോജിക്കലായിട്ട് ആലോചിക്കുന്ന ആൾക്കാരുമുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് കണ്ടുപിടിച്ച് ഇതിനൊക്കെയുള്ള പ്രതിവിധി എന്താണ്, ഇവരൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങോട്ട് ഇവിടെ നിൽക്കുന്നതോ ഇങ്ങോട്ട് ഇത് ചെയ്യുന്നതോ ഇന്നിടത്ത് നടക്കുന്നതോ ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് അവരെ അഭിപ്രായം പറഞ്ഞു തന്നിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അഭിപ്രായം പറയാനായിട്ട് അവരെ വിടുക എന്നുള്ളതാണ്. പറഞ്ഞു വെച്ചാൽ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് മനസ്സിലാക്കുക, എല്ലാവരെയും ഉൾക്കൊള്ളുക. നമ്മളെല്ലാവരും എല്ലാവരും എന്തിനു വേണ്ടിയാണ് നോക്കുന്നത്? ഈ ലോകം ഇങ്ങനെ ഓടണ്ടേ, എല്ലാവരും പണിയെടുക്കണ്ടേ? ആ പണിയെടുക്കുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഇത് കിട്ടണ്ടേ? അപ്പം എന്താണ്, ഈ ചില ആൾക്കാർക്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ അവരതിനെക്കുറിച്ച് പറയട്ടെ, അവർക്ക് കിട്ടുന്നത് അവർ മേടിച്ചെടുക്കട്ടെ. അങ്ങനെ തന്നെയാണ് ലോകം ഓടുന്നത്. കരയുന്ന കൊച്ചിനെ പാലുള്ളെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അപ്പോൾ 10 പേര് അറിയണം പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ അവരെ പോലെയുള്ള വ്യക്തികൾക്ക് ഇനിയും അതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായെന്നിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പം എല്ലാത്തിനെയും അതിൻ്റെ പോസിറ്റീവ് സൈഡിലെടുക്കുക. നെഗറ്റീവ് സൈഡിലുള്ള ഇതുപോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെയും പോസിറ്റീവ് ആയിട്ട് കൊണ്ടുപോകാമെന്ന് മാത്രമേ ഉള്ളൂ. നെഗറ്റീവ് സൈഡിലുള്ള കാര്യങ്ങൾ നെഗറ്റീവായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യപ്പെടണം. പക്ഷേ അതിൻ്റെ ഔട്ട്കം നമുക്ക് വരുന്നത് പോസിറ്റീവായിട്ടാണ് കുറച്ചൊക്കെ. അപ്പം എന്താണ്, അത്രയേ ഉള്ളൂ. മതി. താങ്ക്സ്.